നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് LGBTQ+ എന്ന് പറയുന്ന വിഭാഗം. അപ്പൊ അവരായിട്ട് ചുറ്റിപ്പറ്റി ഇപ്പൊ നിലവിൽ എയറിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള കുറെ എന്താ പറയാ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ ശരിയായിട്ടല്ല തെറ്റായിട്ടുള്ള ധാരണകൾ കുറെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ എന്താണ് അതിന്റെ ശരി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇത് കുറച്ച് കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ സംസാരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊരു കാര്യമാണെങ്കിലും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു വിഷയമാകുമ്പോൾ നമ്മള് ഈ ഒരു സിറ്റുവേഷനിൽ അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നമ്മുടെ ഇടയിൽ മാജിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മാജിനോട് ഞാൻ ഇതിനു മുന്നേ ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ മാജിയുടെ കാഴ്ചപ്പാടില് എന്താണ് പിന്നെ LGBTQ അല്ലെങ്കിൽ എന്തല്ല LGBTQ എന്നാണ് നമ്മളിപ്പോ അറിയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ LGBTQ പറഞ്ഞാല് നമ്മള് പറയാലോ പറഞ്ഞാൽ ലെസ്ബിയൻ, ഗേ, അഥവാ നമ്മള് അതിനുള്ള ചർച്ച പറഞ്ഞാല് അവിടെ ഉണ്ടാവുന്ന പറഞ്ഞാല് ഒരു പെണ്ണിനോട് തോന്നുക അല്ലെങ്കിൽ ഒരു ആണിനോട് തോന്നുക എന്നുള്ളതാണ് അതിന്റെ ഇത്. കാറ്റഗറീസ് ഉണ്ട്. അത് പ്ലസ് ആണ്. പ്ലസ് അട്രാക്ഷൻ അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഒരു സംഭവം തോന്നുക എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം. അതായത് നമ്മള് പ്രകൃതിപരമായിട്ട് എങ്ങനെയാണ് ഒരു ആണിന് സ്ത്രീയോട് തോന്നണം, ഒരു സ്ത്രീക്ക് പുരുഷനോട് തോന്നണം അതെ. അപ്പൊ ഇവരിപ്പോ ഇത് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് അവര് പറയണ ഇതും നാച്ചുറലാണ്. ഒരു സ്ത്രീക്ക് സ്ത്രീയോട് തോന്നുന്നത് അതൊരു നാച്ചുറൽ ജീനാണ്. അങ്ങനെ ഒരു ഗേ ജീന് കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ പൊളിഞ്ഞു, സയൻസിൽ അങ്ങനെ കണ്ടെത്തിയിട്ടില്ല എന്ന് പറയാൻ പൊളിഞ്ഞു. അതെന്താ വെച്ചാൽ ഇത് നമുക്ക് ഇതിനെതിരെ പറയാൻ പറ്റൂല. അത് അത്രത്തോളം പൊളിറ്റിക്സ് ഇതിൽ വർക്ക് ചെയ്യുന്നു. അഥവാ നമ്മള് സത്യം പറയാൻ നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ടായിട്ടാണ് പറയുന്നത്. അഥവാ അതില് പഠനം നടക്കണം, അവർക്ക് പറ്റിയ മറ്റൊരു സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തണം. പക്ഷെ അതിൽ പഠനം നടക്കാൻ തന്നെ അയക്കണല്ല എന്നുള്ളതാണ്. അഥവാ മറ്റൊരു സൊല്യൂഷൻ ശാസ്ത്രീയ വശം പോലും ചില ആൾക്കാർ നോക്കണില്ല. അതാണ്. അഥവാ അവര് വിചാരിച്ച കോലത്തിൽ നടക്കണം. എന്നിട്ട് അതും പറഞ്ഞിട്ട് ഇവര് ആരെ സപ്പോർട്ട് വാങ്ങണം? ഈ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാരൊക്കെ ഇവര് ആ ഒരു കാറ്റഗറിക്ക് ആക്കിയേക്കാണ്. അപ്പോ ഇപ്പൊ നിലവിൽ നമ്മളിങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയോട് തോന്നി അല്ലെങ്കിൽ ഒരു പുരുഷനോട് തോന്നി. അപ്പൊ അതിലെന്താ പ്രശ്നം? അവർക്ക് അങ്ങനെ തോന്നിയത് കൊണ്ടല്ലേ. അപ്പൊ നമ്മള് ഈ തോന്നലിനൊക്കെ ഇവിടെ വൈവച്ച് കൊടുക്കുക. അപ്പൊ എനിക്ക് തോന്നാണ് എന്റെ കജ്ജി എന്റെ ശരീരത്തിൽ പെട്ടല്ല. ഡോക്ടറോട് പോയി ഇതിന്റെ കജ്ജി മുറിച്ചരുമെന്ന് ചോദിച്ചാൽ ഡോക്ടറെ പറയാൻ മുറിച്ചല്ലേ വേണ്ടിയത് തന്നെ. മെന്റലി അല്ല, തലയുടെ ഭാഗം എന്റേതല്ല, എന്റെ തലയുടെ ഭാഗം മുതലയുടെ ആണ് ചിന്തിച്ചാല് എന്തായി? അതെന്റെ ചിന്തയാണ്, എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്, മാനസികമായിട്ടുള്ള ഒരു വൈകല്യം കൂടിയാണ്. നാളെ മുതലേക്ക് ഇങ്ങനത്തെ ഭക്ഷണം വേണ്ട, കുറച്ച് പുല്ലും ചാണകമൊക്കെ മതി. കഴിക്കാൻ തരുന്നല്ലോ ഇമ്മിപ്പം ചെയ്യേണ്ടതല്ല. മാനസികമായിട്ടുള്ള ഒരു വൈകല്യം തന്നെ വിശേഷിക്കാൻ പാടില്ല. അങ്ങനെ വിശേഷിപ്പിച്ചാൽ അതും പ്രശ്നമാണ്. വൈകല്യം എന്ന് പറയുന്നത് എന്താണ്? ഒരാൾക്ക് ഉണ്ടാവുന്ന പ്രശ്നത്തെയാണ്, ഒരവസ്ഥനെ പറ്റി നമ്മൾ സംസാരിക്കാൻ പാടില്ലേ. അതൊരു ഞാൻ പറഞ്ഞാല് ജനറ്റിക്കലി ആയിട്ട് രണ്ട് ജീന് മാക്സിമം പറഞ്ഞ പോലെ ഇസ്ലാമിൽ പറയുന്നത് ഉൻസ എന്നുള്ളൊരു വിഭാഗം ഉണ്ടെന്നല്ലേ. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ ഈ വരുന്ന പ്രശ്നങ്ങളൊക്കെ മാനസികമായ പെണ്ണിനോട് മാത്രം തോന്നുക, ആണിനോട് തോന്നുക, അതൊരു മാനസിക വൈകല്യമാണെന്ന് ഞാൻ പറയുള്ളൂ. മനസ്സിന്റെ ചാഞ്ചാട്ടാണ്. അത് ഒന്ന് മോട്ടിവേറ്റ് ചെയ്താണ്ടോ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടാണ്ട് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആ പ്രശ്നത്തെയാണ് ഓരെന്ത് ചെയ്യണത് നമുക്ക് പറയാൻ പറ്റാത്ത പോലത്തുള്ള ഒരു വലിയ വിഷയമാക്കാണ് അവര്. സംഭവം ചെറിയൊരു വിഷയമാണ്, ചെറുതായിട്ടൊന്ന് ചികിത്സിച്ച് മാറ്റാവുന്നതുള്ളൂ. പക്ഷെ ഇതുപോലെ എന്താണ് ഇതില് ഇങ്ങനെ ഓരോ ചെയ്തിട്ട് ഇതില് ഓപ്പറേഷൻ ഇപ്പൊ ഇതിലില്ല, അത് ഈ ട്രാൻസ്ജെൻഡറിലാണ്. ഇതിലുണ്ട്. ഞാൻ ഗേ ഇല്ലാന്ന് ഉദ്ദേശിച്ചു. അപ്പൊ ട്രാൻസ് വുമൺ അല്ലെങ്കിൽ ട്രാൻസ്മെൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു വുമണ് ആയി ജീവിച്ച ഒരു പെണ്ണിന് കുറച്ച് കഴിഞ്ഞിട്ട് മെന്നാവാൻ തോന്നണം. അപ്പൊ പറയാണ് ഞാൻ മെന്നാണ്, അതിനുള്ള ഇത് ഇനി ജീവിതകാലം മൊത്തം ആ ട്രീറ്റ്മെന്റ് തുടരണം, എന്നാലാണ് പറ്റുള്ളൂ. അതിൽ തന്നെ ഇനി മാറിയ ഒരാൾക്ക് പിന്നെ വുമണിനെ ആവാൻ തോന്നി കഴിയില്ല. അതെ, കാലകാലം ആ ഇതിപ്പോ ഇവരിങ്ങനെ ആണെങ്കിൽ ഇപ്പൊ അതിപ്പോ ഈ നേരത്തെ സംസാരിച്ചില്ലേ, മനസ്സിന് തോന്നിയിട്ടുള്ള ഒരു തോന്നലാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവർ ഇങ്ങനെയൊക്കെ ഒരു ചാടി പടഞ്ഞിട്ട് ഇപ്പൊ ഒരാണായിട്ടുള്ള ഒരാൾക്ക് പെണ്ണാവാൻ തോന്നി, അതായത് പെണ്ണാണെന്ന് അയാൾക്ക് തോന്നി, മനസ്സുകൊണ്ട് അയാൾക്ക് തോന്നി, ശരീരം അങ്ങനെയൊന്നുമല്ല, എനിക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, മേ ബി എന്താവും അതെന്തെങ്കിലും ഫാറ്റ് വന്നതോ
അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ആവും. അപ്പൊ നമ്മൾ മനുഷ്യന്മാരല്ലേ, പല കോലത്തിലാണ്, പല പോലെ പൊടിച്ചും പല കോലത്തിലാണ്. എനിക്ക് എന്താ വെച്ചാലേ തോന്നി നമ്മളെ അടിയിൽ തന്നെ ചിലപ്പോ ഉണ്ടാവും ചെറിയൊരു ചെറിയൊരു ചാഞ്ചാട്ടം എന്നല്ല പറയാ, ചിലപ്പോ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ, ഒരു ലേഡീസിന്റെ ആറ്റിറ്റ്യൂഡ്. നമ്മള് കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യും, അവനെ കളിയാക്കിട്ട് പണ്ടേയുള്ള സംഭവമാണ്. അതും ഇതിനൊരു കാരണം കേട്ടോ, അതും സോഷ്യൽ ലൈഫും ഉണ്ട്, അഥവാ അവര് നേരിടുന്ന സെഗ്രിഗേഷൻ അങ്ങനെ ആ കാര്യങ്ങളിൽ അതും ഒരു ഡെവലപ്മെന്റ് ആണ്. അതായത് സൊസൈറ്റി ഇതിൽ ഭയങ്കര പാർട്ട് ഉണ്ട്. അങ്ങനെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യണോണ്ടായിരിക്കാം മേ ബി. നമ്മള് ഫോർ എക്സാമ്പിൾ സ്കൂളിൽ പഠിക്കാണ്, അപ്പൊ ഒരു കുട്ടീനെ ആണുങ്ങൾ ആരും മെയിൻ ചെയ്യുന്നില്ല, അവന് പെണ്ണുങ്ങൾ മാത്രം മെയിൻ ചെയ്തിട്ടുള്ളൂ. അവർക്ക് ജീവിച്ചിട്ട് അവരോട് അട്രാക്ഷൻ തോന്നുന്നു, എന്തുകൊണ്ട് ഞാൻ പെണ്ണായാലും മേ ബി ആ ഒരു കൺവേർഷൻ, അത് ആ ഒരു സംഭവം ഇപ്പൊ സ്കൂൾ കാലഘട്ടത്തിൽ ആ കുട്ടിക്ക് കിട്ടിയുള്ള ചിലപ്പോൾ ആ ട്രോമ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൽ കുട്ടി കടന്നുപോയ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടാവും എന്ത്, ഞാൻ ആണുങ്ങളുടെ ഇടയിൽ വളരേണ്ട ആളല്ല, ഞാനൊരു പെണ്ണാണ്. ആ ഒരു ചിന്തയും ഈ പറഞ്ഞ പോലെ ആളെ മാറ്റാനുള്ളതിൽ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഇതിലിപ്പം ഈ പുറത്ത് സൊസൈറ്റിയിൽ ഇങ്ങനെ ഭയങ്കര ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, ഓലൊന്നും യഥാർത്ഥത്തിൽ ആ ഒരു സംഗതിയിലേക്ക് വന്ന ആൾക്കാരല്ല. ആ ഒരു സംഭവം ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്ത പോലെയൊക്കെ തോന്നുന്നുണ്ട്. നമുക്ക് അത്രത്തോളം സത്യമാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് തോന്നിയ കാര്യങ്ങളാണ്. അജയ്, അങ്ങനെയാണ് നമ്മളിപ്പോ ഇവരെ അംഗീകരിച്ചാൽ എന്താണ് പ്രശ്നമുള്ളത്? എന്താ വെച്ചാലേ നമ്മള് മനസ്സിലാക്കണം എന്താ വെച്ചാല് അവരെ അംഗീകരിക്കണ്ടെന്നല്ല പറയണം, അവരും നമ്മളെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്, അവരും നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ പീപ്പിൾ എന്നുള്ള ഗണത്തിൽ പെടുന്ന ഒരു മനുഷ്യനാണ്. സഹജമായിട്ട് ഓലെ നമ്മൾ അംഗീകരിക്കണം. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ വെസ്റ്റേൺ മീഡിയാസ് അല്ലെങ്കിൽ വെസ്റ്റേൺ ഇപ്പത്തെ ഈ ഒരു മോഡേൺ കൾച്ചർ അനുസരിച്ച് പറയുന്നതനുസരിച്ച് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു ഗേ ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ പിന്നെ അംഗീകരിച്ചു. അപ്പൊ ഇപ്പത്തെ ലെവലിൽ ആ വിധി നമ്മൾ കേൾക്കുമ്പോ എന്താ നല്ലൊരു വിധി, നല്ല ഈ കമ്മ്യൂണിറ്റി കൂടെ പരിഗണിച്ചല്ലോ എന്നുള്ളത്. പക്ഷെ ഇനി ഇത് വെച്ചിട്ട് വരാൻ സാധ്യതയുള്ള മറ്റു വിധികളും നിങ്ങൾ ആലോചിച്ചൂടെ? അപ്പൊ ഇതൊരു നമ്മൾ പറയുന്നത് ഒരു മെന്റൽ അസുഖം എന്നല്ല, ഒരു മെന്റൽ പ്രശ്നമാണ്. അവര് പറയണ അതല്ല, ഇത് നാച്ചുറൽ ജീനാണെന്നാ പറയുന്നത്. തോന്നുന്ന പോലെ തന്നെയാണ് അപ്പൊ അത് നമ്മൾ അംഗീകരിക്കണം എന്നാണ് അവര് പറയണത്. നമ്മളെന്തായാലും നാച്ചുറലായിട്ട് വരുന്ന ആണെന്നുള്ള നമ്മൾ അംഗീകരിക്കൂല. അവർക്ക് ജീവിക്കാനുള്ള അവകാശം എല്ലാവരും പോലുള്ള മാനസിക പരിഗണന കൊടുക്കണം. അതിന്റെ അപ്പുറത്തേക്ക് ആണെന്ന് ശരി പറയുമ്പോഴാണ് ഇതിലുള്ള മറ്റു സൊല്യൂഷൻസ് കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയണം. അതിനുള്ള ആ പൊളിറ്റിക്കൽ ലിമിറ്റ് അത് അയച്ചു വിടണം എന്ന് നമ്മൾ പറഞ്ഞോളൂ. അതിൽ റിസർച്ച് നടത്താൻ പറ്റൂല. ഇപ്പൊ അതൊക്കെ പോലെ അടച്ചിരിക്കണം ആ ബാബൊക്കെ. ഞാൻ ബാബു എന്ന് പറഞ്ഞ ഞാനൊരു നമ്മള് സംസാരിക്കാൻ പോലും പാടില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന പ്രശ്നങ്ങളുള്ളൂ. അല്ലാതെ ഒരു വന്നോട്ടെ, ഒരു സംസാരിച്ചോട്ടെ, ഒരു വാദം പറയുമ്പോ നമ്മളതിന് എതിർവാദം പറയും. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടണം. ചർച്ച ചെയ്യപ്പെടില്ല വിഷയം പോലും വിഷയം കൊണ്ടാണ് ഇത്രയും വലിയൊരു അതായത് ആദ്യം ചർച്ച ചെയ്തില്ല, ആദ്യം ചർച്ച ചെയ്തിട്ട് കൂടിയാലോചിച്ച് സംഭവം ചെയ്തില്ല എന്നുള്ളതാണ്. ഒരു സമൂഹത്തിൽ ഒരു വിഷയം കൊണ്ടുവരുമ്പോ അത് എല്ലാരോടും ചോദിച്ച് എല്ലാരെയും അഭിപ്രായങ്ങൾ എടുത്തിട്ട് വേണം ചെയ്യാൻ. എനിക്ക് തോന്നുന്നു ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പ് അതിന് ശേഷം എല്ലാ വിഷയങ്ങളും ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്യുന്നതിന് മുന്നേ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ അതിന് ശേഷം നല്ലൊരു കാര്യം ഇതും ഇപ്പൊ അങ്ങോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നല്ല, ചർച്ച ചെയ്തോണ്ട് ഇപ്പൊ എന്തായാലും ലിബറലൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. അത് മെല്ലെ മെല്ലെ ഇൻജക്ട് ചെയ്യാനേ പറ്റുള്ളൂ. റഷ്യയിലുണ്ടല്ലോ, റഷ്യയിൽ ഈ ഒരു വിഷയത്തിനെ ഭീകരവാദമാക്കി കണക്കാക്കി. അത് അഥവാ അവിടെ അംഗീകരിച്ച സാധനമാണ്. പിന്നെ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താന്നുള്ളവർക്ക് അത് അംഗീകരിച്ചതിന് ശേഷം മനസ്സിലാവുന്നത്. അപ്പൊ ഓല് അത് ഭീകരവാദ തീവ്രവാദമൊക്കെ അറിയില്ല, കൺഫേം ഇല്ല. ഇനി നോക്കട്ടെ. എന്തായാലും റഷ്യയിൽ അത് നിരോധിച്ചിരുന്നു. അപ്പൊ അന്ന് നിരോധിച്ചിട്ടുണ്ട്. അത് അതിന്റെ പ്രവർത്തനങ്ങൾ അവരിപ്പോ പറയുന്ന കോലത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതിന് മറ്റൊരു സൊല്യൂഷൻ കൊണ്ടുവരാണെങ്കിൽ അംഗീകരിക്കില്ല എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാല്, ഇതിപ്പോ ഇവരെ നമ്മൾ അംഗീകരിച്ചാല് ഇപ്പൊ ഇതെന്താ വിഷയം എന്താ വെച്ചാൽ ഒരു പുരുഷനോട് തോന്നുക, എന്തെങ്കിലും ഒരു അട്രാക്ഷൻ തോന്നുക, അതേമാതിരി ഒരു സ്ത്രീക്ക് സ്ത്രീയോട് തോന്നുക. അതുപോലത്തെ വേറൊരു ഉദാഹരണം ഈ ഒരു പുരുഷന് ചെറിയ കുട്ടികളോട് തോന്നുന്നു. അത് കണ്ടെത്തുകയാണ്. പിന്നെ അതേമാതിരി പീഡോഫീലിയ എന്നല്ല പറയാം, അങ്ങനെ എന്തോ ആണ്. എന്തായാലും ഒക്കത്തിന് ടേം ഉണ്ട്, സയന്റിഫിക് ടേം ഉണ്ട്. നമുക്കിപ്പോ അത് അറിയാൻ കൺഫേം ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ശവശരീരത്തിനോട് തോന്നുക, അതുപോലെ തന്നെ ആനിമൽസിനോട് തോന്നുക,
അതുപോലെ തന്നെ സ്വന്തം ബ്ലഡ് ഉണ്ടാവുമല്ലോ നമ്മള് പറയാ പെങ്ങന്മാര് സിബ്ലിങ്സിനോട് തോന്നുന്ന അങ്ങനെ ഇതൊക്കെ ലോകത്ത് കണ്ടെത്തിയ അങ്ങനെ ഉണ്ടാവുന്നില്ല, കണ്ടെത്തിയ അസുഖങ്ങളാണ്. അപ്പൊ ഇവരെ നമ്മൾ അംഗീകരിച്ചാൽ ഇവരൊക്കെ അംഗീകരിക്കേണ്ടി വരും. നമുക്ക് ഒരു മറുന്യായമില്ല. അവർക്ക് തോന്നിയ അത് കോടതി അംഗീകരിച്ചു, അപ്പൊ ഇവർക്ക് തോന്നുന്നതിന് അംഗീകരിക്കണല്ലോ. ഞാനിപ്പോ എല്ലാവരും വികാരങ്ങളുണ്ട്, ഒരാളെ തോന്നുന്നത് നമ്മളിപ്പോ ഉള്ളത് പൂക്കോട്ടൂർ മലപ്പുറം. നമ്മുടെ നാട്ടിൽ ഇത് അത്രത്തോളം ഇംപ്ലിമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെ അവകാശവാദമായിട്ട് മുന്നോട്ട് വരുന്നില്ല. മുന്നോട്ട് വരുമ്പോഴാണ് ഇതിന്റെ പ്രശ്നം നമുക്ക് മനസ്സിലാകാം. ഇപ്പൊ കേരളത്തില് പല ഭാഗങ്ങളിലും ഈ ഒരു സംഭവം വരുന്നുണ്ട്, ആൾക്കാര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇങ്ങനെ കമ്മ്യൂണിറ്റീസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കി അവിടെയാണ് ഉഷാറെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഫ്യൂച്ചർ ഉറപ്പാണ് ഇത് എങ്ങനെയായാലും ബിൽഡായിട്ട് വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ആൾക്കാർ അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വരും. ആ ഒരു വിഷയം അങ്ങനെ വരുമ്പോ ഭാവിയില് ഇപ്പൊ നമ്മളായിക്കോളുന്നില്ല, നമ്മളെ കഴിഞ്ഞു വരുന്ന തലമുറ ഉണ്ട്, ഭയങ്കര പ്രശ്നകരം അൺകൺട്രോളബിൾ ആയിട്ടുള്ള വിഷയങ്ങൾ. പിന്നെ ധാർമ്മികത ഇല്ലാതെ പിന്നെ ഇങ്ങനത്തെ ചോദ്യം വരുന്നുണ്ട്, എന്നാ അവരെ കൂടി അംഗീകരിക്കാം, അങ്ങനെ തോന്നുന്ന പോലെ കൂടി അംഗീകരിക്കാം, എന്നാ എന്താ പ്രശ്നം, ഇന്ന് വേൾഡ് ഉഷാറായി പോയിക്കൂടാ. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഒരു ഫൺ ഫാക്ട് എന്താ വെച്ചാല്, സംഭവം ഇപ്പൊ ഒരു മൃഗത്തിനോട് രതി തോന്നിയ ഒരാള് നമ്മൾ അംഗീകരിച്ചു, അപ്പൊ അയാൾ ഒഫീഷ്യലായി ചെയ്ത് എന്തായാലും ആ മൃഗത്തിന് പിന്നീട് ഉണ്ടാവുന്ന കുട്ടി ഇയാൾ വാദിക്കുന്നത് എന്റെ കുട്ടിയാണ്, എന്റെ കുട്ടിക്കും സ്കൂൾ പഠിച്ചാൽ അവകാശം ഉണ്ട്. അയാൾ പറയാണ് എന്റെ കുട്ടീനെ ഇപ്പൊ നായ അല്ലെങ്കിൽ പന്നിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പോത്തെ അവര് പറയാണ് എന്റെ കുട്ടിക്കും സ്കൂൾ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാനിപ്പോ ഒരു ടീച്ചറാണ്, അപ്പൊ ഞാൻ ആലോചിക്കാം മുന്നില് സിംഹം, കടുവ, ഞാൻ ഏത് ഭാഷയില പഠിപ്പിക്കാം. അത് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആലോചിക്കുന്നില്ല, ഇപ്പൊ നേരെ അംഗീകരിക്കാം. അതിപ്പോ ഇതിന്റെ ഞാൻ പറഞ്ഞത് അവർ അംഗീകരിച്ചാലുള്ള അവർ പറയുന്നതിന് അംഗീകരിച്ചാലുള്ള പ്രശ്നം, അവരംഗീകരിക്കരുത് എന്നല്ല, അവരും ഇവിടെ ജീവിക്കേണ്ടവരാണ്, അവരും ഭൂമിയുടെ അവകാശികളാണ്. അപ്പൊ അവർക്ക് അവരുടേതായ സൊല്യൂഷൻ കണ്ടെത്താനുള്ള പഠനത്തിന്റെ ഡോറുകളെങ്കിലും തുറക്കപ്പെടണമെന്ന് നമ്മൾ പറഞ്ഞു. അതെല്ലാം കുട്ടിയടിച്ച് കാണ്ട് ഒന്നും പറയരുത് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ചിന്താഗതിയാണ് നമുക്ക് പ്രശ്നം. പിന്നെ ഈ ഇസ്ലാമികമായിട്ട് അതേ കാര്യം സംശയം ഹുൻസാണ്. ഹുൻസക്ക് ഇസ്ലാമികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എന്താ ഈ LGBT നിങ്ങൾ എതിർത്തുകയാണ് ഹുൻസനെ സപ്പോർട്ട് ചെയ്യുന്നത്? രണ്ടും ഒന്നല്ലേ? ഹുൻസ എന്ന് പറയുമ്പോൾ ഇന്റർസെക്സ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് വേർഡ്. ഇന്റർസെക്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കലി അഥവാ ജനിക്കുമ്പോഴേ ഫിസിക്കലി അഥവാ ബോഡി തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടാവും. അപ്പൊ അവര് ഫിസിക്കലി ഉള്ള പ്രശ്നമാണ്. നമ്മൾ മറ്റേന്താ പ്രശ്നം മെന്റലി പ്രശ്നം. മറ്റേന്താ പറയുക, ഞാൻ ഇപ്പൊ ഇതുവരെ ആണായി, നാളെ തോന്നുകയാണ് ഞാൻ പെണ്ണാണ്, അപ്പൊ ഞാൻ ട്രാൻസ്ഫോമർ ആയി, എനിക്ക് വേണമെങ്കിൽ പോയി നേരെ എന്ത് ചെയ്യാ ഓപ്പറേഷൻ ചെയ്താണ്ട് അങ്ങനെ ചെയ്ത് തുടരാ. ഇപ്പൊ ഇത് അമേരിക്കയിലെ ഒരു ജയിലിലേറ്റ് അങ്ങനെ ഒരു ആണിനെ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ ജയിലിലിട്ടിട്ട് 2 കുട്ടികളായിട്ട് വന്ന് സ്പോർട്സില് അന്ന് ഇവര് ഇതിനെ എതിർക്കണം. നീന്തൽ മത്സരം കൊറേ വട്ടം നടത്തി, അതില് ഫുള്ള് ഓരോ പെണ്ണിന്റെ കൂടെ പോയിക്കാണ്ട് പെണ്ണുങ്ങളെ കൂടെ പോയിക്കാണ്ട് മത്സരിച്ചാണ്ട് വസ്ത്രങ്ങൾ വാങ്ങി. മറ്റേ നമ്മൾ പറയില്ലേ, മറ്റേ ഒരാൾക്ക് തോന്നുകയാണ് സിംഹാണ്, എന്നിട്ട് കാട്ടു പോയി കണ്ട സിംഹത്തിനോട് ഞാൻ സിംഹാണ് സിംഹം നോക്കി അത് പറഞ്ഞിട്ട് കാര്യമില്ല. സിംഹത്തിനോട് ഞാൻ സിംഹാണ്, എന്നെ കാട്ടല്ലേ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അവര് നമ്മളെ കഴിക്കും. ചെറിയ ഇത് വലിയൊരു ഗ്ലോബൽ വിഷയമാക്കിയിട്ട് ഇതില് വേറെ ചർച്ച പാടില്ല. സംഭവം എന്തോ സംഭവം ആക്കാണ്. സംഭവം സാധാ ചെറിയൊരു ലോജിക്ക് ഉണ്ടെങ്കിൽ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതുള്ളൂ. ശരിക്കും ഇതിനു വേണ്ടി ചർച്ചകളും തുറന്ന ചർച്ചകളും സംഭവങ്ങളൊക്കെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചറിൽ ഭയങ്കര ഒരു ഡിസാസ്റ്റർ എന്നുള്ള ലെവലിലേക്ക് സാധനം വരും. അത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അതേ മാറി കയറാം. പിന്നെ നമുക്കൊന്നും പറയാനില്ല, നമ്മൾ അംഗീകരിച്ചൊരു വിഷയമാവുകയും ചെയ്യും, നമ്മൾ മൊത്തത്തിൽ അംഗീകരിക്കുകയും ചെയ്യും, പിന്നെ അത് വന്നിട്ട് ആകെ തൂഫാനാക്കുകയും ചെയ്യും, പിന്നെ കഴിഞ്ഞു. അതാണ് ഓൾറെഡി അജണ്ട വൽക്കരിക്കപ്പെട്ട സമൂഹം. നമ്മൾ ഡീപ് സ്റ്റേറ്റ് ഉണ്ട് പറയല്ലോ എല്ലാത്തിലും, ഈ ഇല്ലുമിനാറ്റി എന്നൊക്കെ പറയണേ, ഒന്നെങ്കിൽ ഇല്ലുമിനാറ്റി അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ്, അവരാണ് ലോകം നിയന്ത്രിക്കുന്നത്. അതുപോലത്തെ ഒരു ആശയങ്ങൾ, ഒരു പൊളിറ്റിക്കൽ ആശയമാണ് ഇത്. ഇതിൽ വേറെ ചർച്ച പാടില്ല എന്നുള്ളത്. ഇത് ഇങ്ങനെ തന്നെ കേൾക്കുന്നുണ്ട്. ഏതൊരാള് ഇതൊക്കെ ഞാനൊരു വീഡിയോയിൽ കേട്ടാണ്, അതിന്റെ ഒതന്റിസിറ്റി അറിയില്ല. അപ്പൊ എന്താ വെച്ചാൽ ഒരാളെ
ചെയ്തിട്ട് ഇതേമാതിരി ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് പെണ്ണായിട്ടുണ്ട്. പിന്നെ അയാൾക്ക് ജീവിതകാലം മൊത്തം വേദനയും അങ്ങനെയൊക്കെ ആയിട്ട് അയാൾ ഒരു ബയോഗ്രഫി എന്താ ചെയ്തിട്ടുണ്ട്, ഇത് കഴിയൂല എന്നുള്ളത്. പക്ഷെ ആ ബയോഗ്രഫി വരെ പുറത്ത് പബ്ലിസിറ്റി ആക്കാൻ സമ്മതിച്ചിട്ടില്ല. ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അവർക്ക് പുറത്ത് പറയാൻ കഴിയൂല. അല്ലെങ്കിൽ അവർ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ വോയിസ് പുറത്തെത്തൂല. അത്രത്തോളം പൊളിറ്റിക്സ് ആണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇതിലിപ്പോ ഇപ്പൊ ലെസ്ബിയൻ ഗേ എന്ന് പറയുന്നത് ശരിക്കും ഇതിലൊരു കോമൺ ആയിട്ടുള്ള സംഭവമാണ്. അതിന്റെ പുറത്ത് വരുന്ന സംഭവങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആണിന് പെണ്ണാണെന്ന് തോന്നുക, പെണ്ണിന് ആണാണെന്ന് തോന്നുന്ന വിഷയം. അതായത് ലെസ്ബിയൻ ഗേ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താ പറയാ നോർമലി ഉള്ള ഒരാളുടെ ഒരു അട്രാക്ഷൻ അല്ല വരുന്നത്. അതായത് ഇപ്പൊ ആണിന് ആണിനോട് തോന്നുന്ന, അതായത് എക്സ് ക്രോമസോമിന് എക്സ് ക്രോമസോമിനോടും വൈ ക്രോമസോമിനും വൈ ക്രോമസോമിനും തോന്നുന്ന സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കി വരുന്ന സംഭവങ്ങൾ, അതായത് ആണിന് ഞാൻ പെണ്ണാണെന്ന് തോന്നുക, പെണ്ണിന് ഞാൻ ആണാണെന്ന് തോന്നുക, അവിടെയാണ് ശരിക്കും വിഷയം. അപ്പൊ മാജി പറഞ്ഞ പോലെ പിന്നെ ഇസ്ലാമിൽ പരാമർശിക്കുന്ന മൂന്നാമത്തെ ഒരു ജെൻഡർ എന്ന് പറയുന്നത് അത് ഫിസിക്കലി ആള് വരുന്ന സമയത്ത് ജന്മനുള്ള സംഭവമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് ഇപ്പൊ നമ്മുടെ നിലവിലെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ഈ ഒരു ഇതുണ്ടല്ലോ മാറ്റം, അതായത് ആണിന്ന് പെണ്ണിലേക്കുള്ള മാറ്റം, പെണ്ണിന്ന് ആളിലേക്കുള്ള മാറ്റം, അത് യഥാർത്ഥത്തിൽ ആ ഒരു ഫിസിക്കൽ സംഭവമല്ല, ആ ഒരു മെന്റൽ സംഭവമാണ്. അത് നമ്മൾ ചികിത്സിച്ചാൽ മാറും. കാരണം അതിന് അത് ആ ചികിത്സിക്കാൻ വരെ സമ്മതിക്കണില്ല എന്നുള്ളതാണ്. അത് ഈ ഉത്സാഹ വിഷയത്തില് തന്നെ ഒന്നെങ്കിൽ ജന്മന തന്നെ അറിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ തന്നെ ഏതൊക്കെയാണ് കൺവേർട്ട്, ഏറ്റവും കൂടുതൽ ഏതാണ് അതിന്റെ ഇത് കാണിക്കണമെന്നുള്ളത് കൺവേർട്ട് ആവണമെന്നുള്ളത് അതിന്റെ നിയമങ്ങളാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള അവയവം അതിന് കൺവേർട്ട് ആയാൽ അതൊക്കെ നടക്കുന്നുണ്ട്. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അവിടെ സംഭവമുണ്ട്, ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അതായത് ഹിംസകളായിട്ട് തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ പബ്ലിക് ആക്കിയിട്ട്. മജി നേരത്തെ പറഞ്ഞു എന്ത് ഇപ്പൊ ഒരു സിംഹാണെന്ന് തോന്നി സിംഹത്തിന്റെ മടിക്ക് പോകുന്നു, ശരിക്കും അങ്ങനെയൊക്കെ ആൾക്കാർക്ക് തോന്നുന്നു, അങ്ങനെയൊക്കെ ഉണ്ടോ? അതെ, സംബന്ധിച്ച ഈ ഒരു ഇതേ ചോദ്യം ഇപ്പൊ ഈ LGBT പ്രചാരണമായിട്ട് നടക്കുന്ന ഒരാൾ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഓൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാ ഇതേമാതിരി മലപ്പുറത്ത് അങ്ങനെ ഒരു നായിക്കോളം അങ്ങനെ ഫറൂഖ് കോളേജിൽ ഒരു പെൺകുട്ടി പറഞ്ഞാണ്. അപ്പൊ അതിനെ എതിർത്ത് അപ്പൊ അതിനെ റിയാസ് അലിമോ ഓനാണ് പറഞ്ഞത് നമ്മളോട് അങ്ങനത്തെ ആൾക്കാരുണ്ടോ, സപ്പോർട്ട് ചെയ്യാനുള്ള. പക്ഷെ ഇവരൊക്കെ പറയണ വെസ്റ്റേൺ കൺട്രീസ് ആണല്ലോ, യൂറോപ്യൻ കൺട്രീസ് ആണ് ഇതിനൊക്കെ മാതൃക. ഒരു എന്ത് ചെയ്താലും ശരി എന്നാണല്ലോ ഇപ്പത്തെ ടൈം. അപ്പൊ അവരിൽപ്പെട്ട ഒരു കൺട്രി തന്നെയാണ് ജർമ്മനി. അപ്പൊ ഡെവലപ്ഡ് കൺട്രിയാണ്. അവിടെ തന്നെ ഇപ്പൊ നാളെ ഒരു പ്രശ്നമാണ്, സ്ട്രീറ്റിൽ ഇങ്ങനെ കുറേ ആൾക്കാർ വന്നാണ്ട് കുരക്കാണ്. അപ്പൊ എന്താ വെച്ചാൽ അവർ നായിക്കള ഡോഗ്സ് ആണെന്ന് തോന്നാണ്. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ തോന്നുന്നു വെച്ചാൽ മലപ്പുറത്ത് തോന്നിയിട്ടില്ലെങ്കിൽ അവിടെ തോന്നിക്കണം. ഇല്ല, അതാണ് അവിടെയൊക്കെ ഇപ്പൊ ഏകദേശം അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാൻ അറിയാം. ട്രംപ് ആദ്യം പണ്ടൊക്കെ മുന്നത്തെ ഭരണം കിട്ടുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നേരെതിരായി. പക്ഷെ സ്വന്തം വീട്ടിൽ വരുമ്പോഴാണ് അത്രയും കാലം മകനെയും പിന്നെ മോളെ അതേപോലെ നമ്മളൊക്കെ വീട്ടിലെത്തുമ്പോഴാണ് നമുക്ക് പ്രശ്നം മനസ്സിലാവും. എനിക്ക് പോലും ഇപ്പൊ അത് എതിർത്ത് തുടങ്ങി, നമ്മളിപ്പോഴും സപ്പോർട്ട് തുടങ്ങുള്ളൂ. അതെ, അവർക്ക് ഈ ഒരു ചിന്ത ഒരു ഏകദേശം ഒരു 150 വർഷം മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അവരിപ്പോഴാണ് അതിന് റിഗ്രറ്റ് ചെയ്ത് വരുന്നത്. നമ്മളിപ്പോ തുടങ്ങാൻ 100 വർഷം കഴിഞ്ഞാൽ നമ്മൾ റിഗ്രറ്റ് ആവാം. ഒരു 2125 വരെ നമ്മൾ വെയിറ്റ് ചെയ്യണത് ഇപ്പൊ തിരിച്ചു പറയാന്. അതിന്റെ മുമ്പ് നമ്മള് പറഞ്ഞാൽ നമ്മളെന്തോ 6-ാം നൂറ്റാണ്ടുകാരൻ അല്ലെങ്കിൽ അല്ല, ഇതിന് ഒരു എന്താ പറയാ, ശരിക്കും ഇവരെ നമ്മൾ അംഗീകരിക്കണം എന്ന് പറയുന്നത്, അതായത് ഇവരുടെ കാഴ്ചപ്പാടുകൾക്കാണ് പ്രശ്നം. മനുഷ്യരായിട്ട് ഇവർ അംഗീകരിക്കുന്നതിലോ അല്ലെങ്കിൽ ഇവരുടെ കൂടെ സഹവസിക്കുന്നതിലോ അങ്ങനെ ഒരു പ്രശ്നം ആർക്കില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത കുറെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഓല് പറയുന്ന പോലെ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകള് ഒരു കോമൺ മാന്റെ കണ്ണില്, സാധാരണക്കാരന്റെ കണ്ണില്, സയൻസ് ഒരു സയന്റിസ്റ്റ് ആയിട്ട് കൂടി കണ്ടാൽ പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പല കാഴ്ചപ്പാടുകളാണ്. നേരത്തെ ഞാൻ ഒരു വീഡിയോ കണ്ട്, അതായത് ഇപ്പൊ മാജി പറഞ്ഞ പോലെ തന്നെ ഒരു പെണ്ണ്
എന്താണ് നായായിട്ട് നിക്കുക. ഒരു നായ ഒന്ന് കൊരക്ക വേക്കില്, ഇവളും അതേമാതിരി കൊരക്ക. എന്താ ഇപ്പൊ അതിലൊക്കെ ഒരു ജസ്റ്റ് ഇപ്പൊ ബയോളജിക്കലി ആ പെണ്ണൊരു നായാണെങ്കിൽ, അതായത് ഇപ്പൊ ആ പറയപ്പെടുന്ന ഒരു ആള് വ്യക്തി നായാണെന്ന് നമ്മൾ അംഗീകരിക്കും. അത് ഏകദേശം 216ഓളം ജെൻഡർ ഉണ്ട് പറഞ്ഞത്. അപ്പൊ ഈ LGBTQ+ എന്നുണ്ടല്ലോ, ആ പ്ലസ് എന്ന് പറയാൻ കാരണം അതാണ്. നായും തോന്നുന്ന ഒരു ജെൻഡർ അവര് പറയണതാണ്, അതൊരു ജെൻഡർ. അതാണ് നായ എന്ന് പറഞ്ഞ വേറെ മൃഗമാണ്. നമ്മൾ പറയുന്നത് 2 ജെൻഡർ. അതിന് നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള തെളിവും പറയുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ആണ്, ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് പെണ്ണ്. പക്ഷെ അവിടെ മനസ്സിൽ തോന്നുന്നൊക്കെ ഓരോ ജെൻഡറായി കരുതാണ്. എന്താണ് ജെൻഡറിന്റെ ഡെഫിനിഷൻ? അതായത് എന്തൊക്കെ സംഭവിക്കണം എനിക്ക് തോന്നുന്നതാണ്. ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, ഞാൻ മുഖ്യമന്ത്രിയാണ്ടേ അല്ലേ? തോന്നലിനനുസരിച്ച് പോവുകയാണെങ്കിൽ അത് മെന്റൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വരെ, അല്ലെങ്കിൽ അതിനെ വെച്ച് പഠിക്കാൻ തന്നെ മെന്റൽ ട്രീറ്റ്മെന്റ് കൊടുത്താൽ റെഡിയാവും. ആ പഠിക്കാൻ വരെ അംഗീകരിക്കണില്ലല്ലോ. അപ്പൊ ഇതിന്റെ ചർച്ചകൾ വരണം. ഇതെന്താ വെച്ചാൽ ഒരു പ്രോബ്ലം ആണെന്നുള്ള നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, ഒരു ഇൽനെസ് ആണ്. പക്ഷെ അതിനുള്ള സൊല്യൂഷൻ ഒന്നേ പോലെ ആദ്യം പറഞ്ഞാൽ ആ സൊല്യൂഷനെ പറ്റുള്ളൂ എന്ന് പറയരുത്. മറ്റുള്ള മറ്റുള്ള സൊല്യൂഷനുകളും അതിനെ അംഗീകരിക്കണം. അത് പഠനം നടക്കണം. ഇത് പഠനം തന്നെ നടക്കാതൊക്കെ വാതിൽ കൊട്ടി കിടക്കാന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നമാണ്. അതൊക്കെ പറഞ്ഞത്, അതായത് ഈ ഒരു വിഷയം ശരിക്കും കൂടുതൽ ചർച്ച ചെയ്യപ്പെടണം. ഇതിനെ കുറച്ചുകൂടി പിന്നെ ഓപ്പൺ, ഇപ്പൊ മാജി പറഞ്ഞ പോലെ ഇതിന്റെ വാതികൾ അടച്ചു വെച്ചപ്പെട്ടിട്ടുണ്ട്. അതായത് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ പറ്റുന്നില്ല. ആ സ്റ്റഡി ചെയ്യപ്പെടണം. എന്താണ് ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള മൂലമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണ്, അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളതൊക്കെ ഇതിൽ കൂടെ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത്രത്തോളം ശാസ്ത്രം വളർന്നിട്ടുണ്ട്, ലോകം വളർന്നിട്ടുണ്ട്. അപ്പൊ സംഭവം എന്ന് വെച്ചാല് ആ ഒരു ലെവലിക്ക് അവരുടെ ഒരു സഹകരണം, ഇപ്പൊ ഈ പറയപ്പെടുന്ന ആൾക്കാരുടെ സഹകരണം കിട്ടിയാൽ മാത്രമേ നടക്കുള്ളൂ. പൊളിറ്റിക്സിന്റെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് അവരെ ആ ഇൻഫ്ലുവൻസ് ഒഴിവാക്കിയാലാണ് ഇപ്പൊ ഇതിന്റെ പഠനം നടക്കുള്ളൂ. നമ്മളിപ്പോ പറയാൻ കാരണം എന്താ വെച്ചാല് നമ്മളൊക്കെ ഫോണൊക്കെ ഫീഡിക്കും കാര്യങ്ങൾ വരുമ്പോ നമ്മൾക്കൊന്നും ഇതേപോലെ സംസാരിക്കണം തോന്നി. നമുക്കും ഒറ്റക്ക് വേറെ എവിടെയും പോയി പറഞ്ഞാല് നമ്മളെന്തോ ഒരു പിന്തിരിപ്പൻ ആശയം അത്രേ ഉള്ളൂ. നമുക്ക് തോന്നിയൊരു ആശയം നമ്മളിവിടെ നമുക്ക് വെച്ചു. അതെ, ഏകദേശം നമ്മള് പറയാനൊക്കെ പറഞ്ഞത്. അപ്പൊ അടുത്ത വേറെ വീഡിയോ കണ്ടു കിട്ടുമ്പോ ആളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ആള് അധ്യാപകനാണ്. ആള് ഒരു ഹുദവിയാണ്. പിന്നെ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അധ്യാപകനാണ്. കർണാടകയിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്താ വെച്ചാല് ആൾക്ക് കുറച്ചുകൂടി ഡെപ്തായിട്ട് അറിയുന്നത് എന്തുകൊണ്ടാണ്, ആൾ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ പഠിച്ച് അങ്ങനെ വളർന്നു വന്നുകൊണ്ടാണ്. നമുക്കൊന്നും ഇതിനെ കുറിച്ച് അത്രത്തോളം അറിഞ്ഞോളന്നില്ല. ഇതിനെ പഠിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഡൗട്ട് വരല്ലേ, എന്താ ഇതിനെ പറ്റി പഠിച്ചാലും പറ്റൂല എന്നുള്ള തോന്നുമ്പോ നമുക്കൊരു വാശിയല്ലേ പഠിച്ചാലും. കിട്ടിയപ്പോ നമ്മള് പെട്ടെന്ന് ഉണ്ടായ പരിപാടിയാണത്. തിരിച്ചോ നമ്മക്ക് ഇത് അങ്ങനെ നമ്മളറിയണ അങ്ങോട്ട് ചോദിച്ചോളും ഇങ്ങോട്ട് പറയണേ. അപ്പൊ ഓക്കെ, അപ്പൊ ഇതോടെ നമ്മൾ അവസാനിപ്പിക്കും. വീഡിയോകള് ഇനിയും കണ്ടന്റ് വരികയാണെങ്കിൽ